വളരെ ബലപ്പെടുത്തി നിർമ്മിക്കേണ്ട ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് വലിയ രീതിയിലുള്ള ഒരു അശാസ്ത്രീയത ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 സംഭവം ഉണ്ടായത്. അയത്തിൽ ജംഗ്ഷന് സമീപത്താണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടന്നത്. നിർമ്മാണത്തിന് വേണ്ടിയുള്ള കോൺക്രീറ്റ്, ആ മേൽഭാഗത്തിന്റെ കോൺക്രീറ്റ് നടക്കുകയായിരുന്നു. ആ കോൺക്രീറ്റ് 10 മണിയോടുകൂടി ആരംഭിച്ചു. 1:30 ആ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന പാലത്തിന്റെ നടുഭാഗത്തുണ്ടായിരുന്ന ബലപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് കമ്പികൾ അടർന്ന് താഴേക്ക് വീഴുകയാണ്. അങ്ങനെ പാലത്തിന്റെ ആ നടുഭാഗം പൂർണ്ണമായും താഴേക്ക് വള്ളി അമർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് കോൺക്രീറ്റ് നടത്തുന്ന സമയത്ത് 10 മണിക്ക് ശേഷം കോൺക്രീറ്റ് തുടങ്ങി. 1 മണിയായപ്പോഴത്തേക്ക് നോക്കാൻ നേരത്തെ ഞാൻ ചരിഞ്ഞ് വീഴുന്നത് കണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന സെൻറ്ററുണ്ട്, പ്രദേശവാസികൾ കണ്ട് അങ്ങനെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് അന്നേരം തന്നെ ഈ മേളിൽ നിന്ന് ജോലിക്കാർ അപ്പോഴേ തന്നെ ചാടി ഇറങ്ങി രക്ഷപ്പെട്ട്. ഒരു സംശയവും വേണ്ട, നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് ഇതിന് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാര്യം കഴിഞ്ഞ 3 തവണ ഇതിന് സമാനമായ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിർമ്മാണം നടക്കുന്ന സമയത്ത് ബലപ്പെടുത്തിയുള്ള നിർമ്മാണം നടത്തണം എന്നുള്ളൊരു ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് യാതൊരു തരത്തിലുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല, അല്ലെങ്കിൽ നിർമ്മാണ കരാർ ഏറ്റെടുത്ത ആൾക്കാരുടെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല. ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അപകടം നടക്കുന്ന സമയത്ത് 4 തൊഴിലാളികൾ ഈ കമ്പിക്ക്, ആ കോൺക്രീറ്റിന് മുകളിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ചാടി രക്ഷപ്പെട്ടതിനാലാണ് വലിയ അത്യാഹിതം ഒഴിവായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രദേശത്തുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് യുവജന സംഘടനകളെയൊക്കെ തന്നെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തേക്കെത്തി പ്രതിഷേധിച്ചു. ഒപ്പം തന്നെ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിപ്പോൾ 1-2 പ്രാവശ്യമല്ല, 3ാമത്തെ പ്രാവശ്യമാണ് ഇത് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. കാരണം ഇത് ചെയ്തതിന് ശേഷം നാളെ ഒരു സംഭവം ഉണ്ടായാൽ അത് ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി അധികൃതരുടെ ന്യായം വിചിത്രമാണ്. അവർ പറയുന്നത് വലിയ രീതിയിൽ മഴയുണ്ട്, തമിഴ്നാട്ടിലൊക്കെ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള രീതിയിൽ വലിയ രീതിയിൽ വെള്ളം ഒഴുകി വരുന്നത്. ഒപ്പം തന്നെ ഈ കോൺക്രീറ്റിന്റെ ഭാഗം ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കമ്പിയുടെ വെൽഡിംഗ് ഒടിഞ്ഞു പോയതാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഈ കരാർ ഏറ്റെടുത്ത കമ്പനി അധികൃതർ പറയുന്നത്. എന്താ തകർന്നു വീഴാൻ കാര്യം എന്താ? അത് സ്റ്റേജിങ്ങിലും വെൽഡിംഗ് ബ്രേക്ക് ആയിട്ടുണ്ട്. എങ്ങനെ പ്രശ്നം പരിഹരിക്കുക? ഇത് വന്നിട്ട് സാൻഡിന് സാൻഡ് യൂസ് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് ടെസ്റ്റിന് ക്യൂബ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് എല്ലാ പ്രോസസ്സും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫൗണ്ടേഷനിൽ വെന്റ് കമ്മിയായത് കൊണ്ടിട്ട് ഞാൻ ഫൗണ്ടേഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇല്ലാതെ ഒരു സ്ലാബ് ഇവിടെ പൊളിഞ്ഞ് വിളിച്ചിട്ടുമില്ല, ഇതുവരെ ഒന്നും ആയിട്ടുമില്ല. ഇത്തരത്തിലുള്ള നിർമ്മാണം നടക്കുന്ന സമയത്ത് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് എത്തേണ്ടതാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പോലും നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് വലിയ അനാസ്ഥ തന്നെയാണ്. ഇവിടെ ദേശീയപാത അതോറിറ്റിയുടെ പ്രോജക്ട് ഓഫീസറും അതുപോലെ തന്നെ സബ് കളക്ടർ അടക്കമുള്ള ആൾക്കാർ എത്തുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടറുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അതിൽ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് കൊല്ലം ജില്ലാ കളക്ടറും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലം അയത്തിൽ നിന്ന് ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.